ഇരുമ്പാമ്പുളി അച്ചാറുണ്ട് കേട്ടോ. അപ്പം അതിന്ന് മുറുക്കട്ടെ. ഇരുമ്പാമ്പുളി മുറുക്കിട്ടോ, ഇതങ്ങനെ പച്ചരി വച്ചത്തിൽ മുറുക്കി. പിന്നെ കരിവേപ്പിൻ്റെ പച്ചമുളകും വെളുത്തുള്ളി അത് ഉലുവ കടുക് അതെന്താ കഴിക്കണം. അച്ചാറ് പിന്നെ ഇരുമ്പാമ്പുളി അച്ചാറില്ലേ? ഇരുമ്പാമ്പുളി അതിലാണ് അതൊന്ന് ഇട്ടോക്കട്ടെ. പിന്നെ കുറച്ച് സുർക്കി വെച്ച് ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് പാകത്തിനില്ല. പിന്നെ വേണമെങ്കിൽ അപ്പോൾ ഇതിന് സുർക്കി വെക്കുന്നുള്ളൂ. ഇങ്ങനെ ചൂടാ എല്ലാവരുടെ ഇതാക്കണം. അപ്പോൾ പിന്നെ അച്ചാർ പൊടിയൊക്കെ ഇടുകയും ചെയ്യുന്നു. ഞാൻ അപ്പോൾ മുളകും പൊടിയൊക്കെ ഇട്ട് കേട്ടോ, പച്ചമുളകും. അപ്പം നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇറക്കിയിട്ട് സുർക്കി വയ്ക്കുക. ഇറക്കിയിട്ട് സുർക്കി വയ്ക്കാൻ മതി. പിന്നെ കറിവേപ്പിൻ്റെ ഇല കേട്ടോ, അത്ര തന്നെ ഉള്ളു മതി. അല്ലാതെ മുളക് പൊടി എല്ലാം പാകത്തിന് എരിയുണ്ട് കേട്ടോ. ഒരു കൈയോട് ഫോണ് പിടിച്ചിട്ട് കേട്ടോ. ഇരുമ്പാമ്പുളി അച്ചാറ് രസമൊക്കെ ഉണ്ടാവും. ആദ്യമൊക്കെ ഞങ്ങൾ ഇപ്പം ഇവിടെ ഉണ്ടായിട്ടാണ്, അതുകൊണ്ടാണ്. ഒന്നിങ്ങോട്ട് ചൂടാക്കി വെക്കാം. അപ്പം ഇതിലത്തെ വെള്ളം തന്നെ ഇറങ്ങും കേട്ടോ. വെള്ളം ഒഴിക്കണ്ട, ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? ഇപ്പം ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകുന്നു. ഇപ്പം നേരം വെളുത്തപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പം ഒന്ന് ഇരുമ്പാമ്പുളി അച്ചാറിട്ട് കേട്ടോ. അപ്പം എന്ത് ചെയ്യാൻ നോക്ക്, വെറും മുളകും പൊടി, പിന്നെ എന്താ പറയുക, ഇഞ്ചിയില്ല, പച്ചമുളകും വെളുത്തുള്ളി, ഇരുമ്പാമ്പുളി ഇതേപോലെ വട്ടത്തിൽ നിർത്തിയിട്ട് കേട്ടോ. ഇതാണ്. പിന്നെ ലേശം സുർക്കി വെച്ചു, മുളകും പൊടി മാത്രം. പിന്നെ ഉലുവ പൊട്ടിച്ചു, കടുക് പൊട്ടിച്ചു, കരിവേപ്പിൻ്റെ ഇല ഇട്ടു. അപ്പം എത്ര എണ്ണൂറ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുന്ന ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ ഇതിവിടെ ഉണ്ടായ ഇരുമ്പാമ്പുളി കേട്ടോ. അപ്പോൾ നാളെ വരെ വീഡിയോ വരാതെ. അസ്സലാമു അലൈക്കും.